ഹലോ, ഞാൻ ജോളി പുതുശ്ശേരി. ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിൽ ഫോക്ലോർ വിഭാഗത്തിൻ്റെ തലവനാണ്. ലോക നാടക ദിനത്തോടനുബന്ധിച്ച് എന്നെ ഇങ്ങനെ ഒരു വോയിസ് ക്ലിപ്പ് ഇടുവാനായിട്ട് നിരന്തരം നിർബന്ധിച്ച ഹരിദാസിന് നമസ്കാരം. നാടകം ഇത്രയും നാളും നിലനിന്ന് പോകുന്നത് അത് പെർഫോമൻസ് ആയതുകൊണ്ടോ ഒരു പ്രൊഡക്ഷൻ ആയതുകൊണ്ടോ ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടോ അതൊരു പ്രോസസ്സിലൂടെ ഉരുത്തിരിഞ്ഞു വന്നതുകൊണ്ടോ അത് ഒരു പ്രൊഫഷൻ ആയതുകൊണ്ടോ അല്ല, മറിച്ച് പാഷൻ എന്ന എലമെൻ്റ് ഉള്ളത്. നാടകത്തോട് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പിടി പ്രവർത്തകരുടെ, ഒരു പിടി ആത്മാക്കളുടെ കൂട്ടായ്മയോടുകൂടെയുള്ള പ്രവർത്തനം, അതാണ് നാടകത്തെ ഇക്കാലം അത്രയും നിലനിർത്തിയത്. അതുകൊണ്ട് നാടകത്തിൽ നടിക്കണമെങ്കിൽ, അവർക്ക് ക്യാരക്ടർ ആകണമെങ്കിൽ എല്ലാവർക്കും കമ്പാഷൻ വേണം. കമ്പാഷൻ വേണമെങ്കിൽ അവർ ഹ്യൂമൻ ആയിരിക്കും. നാടകം എന്ന് പറയുന്നത് ബിക്കമിങ് ഹ്യൂമൻ ആകുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. നമസ്കാരം. ഇന്ന് നാം ലോക നാടക ദിനം കൊണ്ടാടുകയാണ്. ഈ വർഷത്തെ ലോക നാടക ദിന സന്ദേശം നൽകിയിട്ടുള്ളത് അന്തർദേശീയ പ്രശസ്തിയാർജിച്ച ഗ്രീക്ക് നാടകകൃത്തും സംവിധായകനുമായ തിയോഡോറസ് പോലോസ് ആണ്. അദ്ദേഹം പറയുന്നത് പോലെ പരിസ്ഥിതി വിനാശങ്ങളെക്കുറിച്ചോ ആഗോളതാപനത്തെക്കുറിച്ചോ പലതരം ജൈവ വൈവിധ്യ പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചോ അരങ്ങിൻ്റെ വക്താക്കൾ ആകുലചിത്തരാണോ എന്ന്. അതെ, നമ്മൾ നാടകക്കാർ രാജ്യത്തുടനീളം നടക്കുന്ന ദുരന്തങ്ങൾ നാം കാണുന്നു, കേൾക്കുന്നു. പലസ്തീൻ ഇസ്രയേൽ യുദ്ധം തന്നെ നോക്കൂ. കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എത്ര പേരാണ് കൊല്ലപ്പെടുന്നത്? പലസ്തീനിൽ 50,000-ന് മുകളിലാണ് മരണനിരക്ക് എന്ന് മീഡിയകൾ പറയുന്നു. മണിപ്പൂർ എത്ര പേരാണ് പീഡനത്തിനും കൊലയ്ക്കും ഇരയാകുന്നത്? ഈ സാഹചര്യത്തിൽ നാടകപ്രവർത്തകർ രാജ്യത്തിനു വേണ്ടി അരങ്ങിനെ സജ്ജമാക്കേണ്ടതുണ്ട്. അതിനായി ഈ ലോക നാടക ദിനത്തിൽ കലാകാരെല്ലാം മുൻകൈയെടുക്കേണ്ടതാണ്. എല്ലാവർക്കും എൻ്റെ ലോക നാടക ദിനാശംസകൾ. പ്രിയമുള്ളവരെ, എൻ്റെ പേര് ബിനീഷ് വാസു, ഒരു നാടക പ്രവർത്തകനാണ്. ഇന്ന് മാർച്ച് 27 ഈ ലോക നാടക ദിനത്തിൽ മാർ ബസേലിയസ് ടീച്ചർ എഡ്യൂക്കേഷൻ കോളേജ് സുൽത്താൻ ബത്തേരിയിലെ എല്ലാവരോടുമൊപ്പം എൻ്റെയും ഹൃദയം നിറഞ്ഞ നാടക ദിനാശംസകൾ. താങ്ക് യു. ഹലോ, പ്രിയപ്പെട്ട ഹരിദാസനും ഹരിദാസിൻ്റെ നാടക സുഹൃത്തുക്കൾക്കും നാടക വിദ്യാർത്ഥികൾക്കും ലോക നാടക ദിന ആശംസകൾ. പ്രിയമുള്ളവരെ, നമസ്കാരം. ഇന്ന് മാർച്ച് 27 ലോക നാടക ദിനം. നാടകത്തെ ജീവിതവുമായി ചേർത്ത് വെച്ച് മുന്നോട്ട് പോകുന്ന ഓരോ വ്യക്തിക്കും, കലാകാരനും പ്രേക്ഷകനും ഈ ദിനത്തിൻ്റെ ആശംസകൾ. നാടകം വെറും വിനോദമല്ല, അതിൻ്റെ കാതലിൽ മാറ്റത്തിൻ്റെയും പരിണതിയുടെയും വിത്തുകൾ അടങ്ങിയിരിക്കുന്നു. നാടകം മനുഷ്യനെ ചിന്തിപ്പിക്കും, ഉണർത്തും, വിശകലനം ചെയ്യിക്കും. അത് വേട്ടയാടപ്പെടുന്നവർക്കായി ഒരു വേദി, ശബ്ദമില്ലാത്തവർക്കായി ഒരു കൂട്ട്, ഇരുട്ടിനിടയിൽ ഒരു വിളക്കായി നിൽക്കുന്നത്. നാടകവേദി കേവലം ഒരു വേദിയല്ല, അതൊരു ജനകീയ ഇടപെടലാണ്. മാനവികതയുടെ ആവശ്യവും അനിവാര്യതയുമാണ്. ജീവിതത്തെ അതിൻ്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളോടും സൗന്ദര്യങ്ങളോടും പ്രതിസന്ധികളോടും മുന്നിൽ കൊണ്ടുവരുന്ന ഒരു സാംസ്കാരിക വിദ്യാലയമാണ്. ഈ ലോക നാടക ദിനത്തിൽ നാടകത്തിൻ്റെ ശക്തിയും അതിൻ്റെ സാമൂഹിക ഉത്തരവാദിത്വവും തിരിച്ചറിയാം. സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ശുദ്ധവായുവും ശുദ്ധജലവും എല്ലാം ഉള്ളിലേക്ക് എത്തുവാൻ ജാലകമായ നാടകം നമ്മോടുകൂടെ ഉണ്ടാകട്ടെ. നാടകത്തിന് മഹത്വമേറട്ടെ. നമസ്കാരം, സ്നേഹം, സന്തോഷം. പ്രിയമുള്ളവരെ, പ്രിയമുള്ള നാടകപ്രേമികളെ, ലോകം മുഴുവൻ ഇന്ന് നാടക ദിനം ആയിട്ട് ആചരിക്കുകയാണ്. എല്ലാവർക്കും ആദ്യമായിട്ട് നാടക ദിന ആശംസകൾ അറിയിക്കുകയാണ്. നാടകത്തിലൂടെ
നവോത്ഥാന കാലഘട്ടത്തിൽ നാടകത്തിലൂടെ ലോകത്തെ മാറ്റിമറിച്ച, കേരളത്തെ മാറ്റിമറിച്ച അധികായന്മാരെ നാം ഈ സമയത്ത് സ്മരിക്കേണ്ടതാണ്. നാടകം ഒരു ജീവചര്യയാണ്, ജീവിതം തന്നെയാണ് നാടകം. നാടകാന്തം കവിത്വം എന്നാണല്ലോ ചൊല്ല്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നാടകദിന ആശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഒരു ജൈവ കലാരൂപമായ നാടകത്തിന്റെ സാധ്യതയെ ബോധനശാസ്ത്ര മേഖലയിലേക്ക് ആത്മാർത്ഥമായി വ്യാപിപ്പിക്കുവാൻ ശ്രമിക്കുന്ന മാർ ബസേലിയസ് എഡ്യൂക്കേഷൻ കോളേജിന് ലോക നാടക ദിനത്തിൽ എൻ്റെ ആശംസകൾ. പ്രിയപ്പെട്ടവരെ, നമസ്കാരം. എൻ്റെ പേര് വിജു വർമ്മ. ഞാനൊരു നാടക പ്രവർത്തകനാണ്. സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് നാടകത്തിൽ ബിരുദം നേടി കഴിഞ്ഞ 30 വർഷത്തിലേറെയായി നാടകവും മറ്റ് കലാമേഖലകളിലും പ്രവർത്തിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ കലാസപര്യ തുടങ്ങുന്നത് നാടക പഠനത്തിൽ നിന്നാണ്. നാടകം പഠിച്ചത് സ്കൂൾ ഓഫ് ഡ്രാമയിലാണ്. അവിടെ നിന്ന് തന്നെയാണ് എൻ്റെ ഒരു ക്യാരക്ടർ മോൾഡ് ചെയ്യപ്പെടുന്നതും എൻ്റെ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുന്നതും കലാപരമായി ഒരു ആർട്ടിസ്റ്റിക് എസ്തെറ്റിക്സ് രൂപപ്പെടുന്നതും ഈ നാടക പഠനത്തിൽ നിന്നാണ്. പ്രത്യേകിച്ച് നാടകം ഒരു സംഘ കല എന്നുള്ള നിലയ്ക്ക്, വിവിധ കലകളുടെ ഒരു സമ്മേളനം എന്നുള്ള നിലയ്ക്ക്, അതിൽ ചിത്രകലയുണ്ട്, സംഗീതമുണ്ട്, സാഹിത്യമുണ്ട്, അങ്ങനെ എല്ലാ കലകളുടെയും ഒരു സമ്മേളന സ്ഥാനം എന്നുള്ള നിലയ്ക്ക് നാടകം നമ്മളുടെ സൗന്ദര്യപരമായ കാഴ്ചപ്പാടിനെ കൂടി രൂപപ്പെടുത്തുന്നു. അത് മറ്റ് പല മേഖലകളിലേക്കും മൈഗ്രേറ്റ് ചെയ്ത സമയത്തും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു എസ്തെറ്റിക് സെൻസ് തന്നെയാണ്. ആ അർത്ഥത്തിൽ ആ നാടകത്തിന് വലിയൊരു പങ്ക് എന്നെ രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നതുപോലെ തന്നെയാണ് സമൂഹത്തെ രൂപപ്പെടുത്താനും നാടകത്തിന് ലോകമെമ്പാടും കഴിഞ്ഞിട്ടുള്ളത്. ലോകത്തെവിടെയും, പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ കാണാം, നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ പരിഷ്കരണത്തിൽ, പുരോഗമനത്തിൽ എല്ലാം നാടകത്തിന് കൃത്യമായ പങ്കുവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഓരോ നാടക ദിനം വരുമ്പോഴും നാടക പ്രവർത്തകർ ഒത്തുകൂടുന്നു, ആവേശത്തോടെ നാടക ചിന്തകൾ പങ്കുവയ്ക്കുന്നു, നാടകങ്ങൾ അവതരിപ്പിക്കുന്നു. പിന്നീട് വരുന്ന ഒരു വർഷത്തേക്ക് തന്നെ ഈ കൂട്ടായ്മ വീണ്ടും വലിയൊരു ഊർജ്ജമായി നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഈ വർഷവും മാർച്ച് 27-ന് ലോക നാടക ദിനം ആചരിക്കപ്പെടുന്നു. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യം എന്ന് പറയുന്നത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞൊരു സാഹചര്യത്തിലൂടെ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടെ കടന്നു പോകുന്നു. നമ്മളൊരുപാട് ദുരന്തങ്ങളെ കേരളം പ്രത്യേകിച്ചും അഭിമുഖീകരിച്ചു. പ്രകൃതി ദുരന്തങ്ങൾ, രോഗങ്ങൾ, മറ്റു പല കാര്യങ്ങൾ. പക്ഷേ അതിനെയൊക്കെ അപ്പുറത്തേക്ക് മനുഷ്യൻ്റെ മനസ്സുകളെ പങ്കുവയ്ക്കുന്ന, ഡിവൈഡ് ചെയ്യുന്ന മതവും വിശ്വാസവും ജാതി മതചിന്തകളുമെല്ലാം വീണ്ടും നമ്മളെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ഇതിനെല്ലാം മറികടക്കണമെങ്കിൽ, ഒരുമിച്ച് നിൽക്കണമെങ്കിൽ അതിന് നാടകം നൽകുന്ന ശക്തി വളരെ വലുതാണ്. അതിൻ്റെ ഉള്ളടക്കത്തിലും അതിൻ്റെ ഫോമിലുമെല്ലാം നേരിട്ട് മനുഷ്യനുമായി സംവദിക്കുന്ന ഒരു കല എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ചും നാടകത്തിന് ഒരുപാട് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയും, നാടക പ്രവർത്തകർക്ക് ചെയ്യാൻ കഴിയും. അതിന് വീണ്ടും ഒരിക്കൽ കൂടി ഊർജ്ജമാകട്ടെ ഈ ലോക നാടക ദിനം എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും, എല്ലാ നാടക പ്രവർത്തകർക്കും, എല്ലാ മനുഷ്യർക്കും, സുമനസ്സുകൾക്കും എൻ്റെ നാടക ദിന ആശംസകൾ. പ്രിയപ്പെട്ടവരെ, അഭിനയം, സംഭാഷണം എന്നിവയിലൂടെ സമ്പൂർണമായ ഒരു മനുഷ്യവ്യാപാരത്തെ പ്രേക്ഷകരിലേക്ക് പകരുന്ന ദൃശ്യശ്രാവ്യ കലയാണ് നാടകം. ഒരു പൂർണ്ണക്രിയയുടെ അനുകരണം എന്നാണ് നാടകത്തെ അരിസ്റ്റോട്ടിൽ നിർവചിച്ചിട്ടുള്ളത്. 1961 ഇന്റർനാഷണൽ തിയേറ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മാർച്ച് 27-ന് ലോക നാടക ദിനം ആരംഭിച്ചത്. എല്ലാവർക്കും ലോക നാടക ദിനം ആശംസിക്കുന്നു.